ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രോമോ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പരകായ പ്രവേശം ടാസ്കിനെ പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ ജിൻഡോയെ ഇനിയിപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു, എന്തായിരുന്നു ജിൻഡോ പരകായ പ്രവേശത്തിൽ ജിൻഡോയുടെ റോള് ഇപ്പൊ എവിടെയാണ് എന്ന് വളരെ തമാശയായിട്ടുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ഉടനെ ജിൻഡോ ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട്, ചെന്നൈയിൽ ബിഗ് ബോസിലാണ് ഞാൻ എന്നുള്ള രീതിയിൽ. ഉടനെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ജിൻഡോയുടെ തമാശ കേട്ടിട്ട് ചിരി നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം വീട്ടുകാര്. പുള്ളി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അടിച്ചൊരു കൗണ്ടറാണ്, അതായിരിക്കും എല്ലാവർക്കും ചിരി വന്നത്. എനിക്കും പെട്ടെന്ന് കേട്ടപ്പോൾ ചിരി വന്നു. ഇങ്ങനെ ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജാസ്മിനെ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ എന്ന്. ഉടനെ ജാസ്മിൻ പറയുന്നു, ചെയ്തൊന്നും ഞാൻ ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ അഭിഷേകിനോട് സംസാരിക്കുന്നുണ്ട്, ലാലേട്ടൻ അർജുനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആരുടെ ആക്ട് ആയിരുന്നു മികച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോ ലാലേട്ടൻ സ്വാഭാവികമായിട്ടും ജാസ്മിന്റെയോ അർജുന്റെയോ പേരുകൾ പറയും, അതാണല്ലോ പതിവ്. പിന്നെ ഈ ഒരു ടാസ്കിൽ സ്കോർ ചെയ്ത അവർ രണ്ടുപേരുമാണ്, ചെറുച്ചു നിന്ന രണ്ടുപേര് ജാസ്മിനും അർജുനുമാണ്. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. നോറയും സിജോയും ഒക്കെ അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയതുകൊണ്ടല്ലേ അവരെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചത്. ജസ്റ്റ് ഒരു തോട്ടാണ് കേട്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കണക്കിലെടുക്കണം, കൊടുക്കുന്ന ക്യാരക്ടർ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇപ്പൊ ലാലേട്ടന്റെ സിനിമകൾ ഹിറ്റ് ആവുന്നത് ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടർ ഹിറ്റ് ആവുന്നതുകൊണ്ടല്ലേ, ലാലേട്ടൻ അത്രയും കിടിലിനായിട്ട് ആ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നതുകൊണ്ടല്ലേ. പിന്നെ ആ ഒരു ക്യാരക്ടർ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും അത് മേക്കിംഗ് വൈസ് ആണെങ്കിലും അത്ര മികച്ചു നിൽക്കുന്നതുകൊണ്ടല്ലേ. അപ്പൊ ആ കാര്യത്തിൽ അർജുനും ജാസ്മിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഭാഗ്യം ചെയ്തവരാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പം ജിൻഡോയ്ക്ക് ശ്രീധുവിനും ഒന്നും അത്ര നല്ല റോൾ അല്ല കിട്ടിയത്, അങ്ങനെ പറയുന്നതല്ലേ കറക്റ്റ്. വെറുതെ ഇങ്ങനെ ആരെയും പുച്ഛിക്കരുത്, എല്ലാവർക്കും ഒരേ രീതിയിൽ അഭിനയിക്കാൻ പറ്റിയെന്നൊന്നും വരികയില്ല. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എപ്പിസോഡ് കണ്ടിട്ട് പറയാം, കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും.